വരുന്നതായുള്ള ദുരന്തമെല്ലാം തടുത്തുകൊള്ളുന്നൊരു തമ്പുരാനി, നിരന്തരം നിൻ തിരുനാമമോദി തീരേണമേ കൃഷ്ണ മദീയ ജന്മം. ഇന്നലെ ഖണ്ഡാനാഥനും പാർശ്വമൗലിയുടെയും കഥയല്ലേ പറഞ്ഞു വെച്ചത്. മഹാവിഷ്ണു ദർശനം കൊടുത്തു അവർക്ക്. എനിക്ക് സമർപ്പിച്ച യജ്ഞത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആപത്ത് സംഭവിച്ചത് ഞാൻ ഖേദിക്കുന്നു എന്ന് അവരോട് പറയുകയും ചെയ്തു. ബ്രാഹ്മണ വാക്യം അസത്യമാവാൻ പാടില്ല താനും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരിടത്ത് തന്നെ വസിക്കും. അവിടെ വെച്ച് എൻ്റെ പ്രസാദത്താൽ നിങ്ങൾ മുക്തരായി ജീവിക്കുകയും ചെയ്യും എന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു. അങ്ങനെ കുബേര സജീവന്മാർ മുതലയും ആനയുമായി തീർന്നു. ഖണ്ഡാനാഥൻ ഭയങ്കര രൂപിയ ഒരു മഹാമുതലയായി ഗോമതിയിൽ 100 കൊല്ലം കിടന്നുത്രേ. പാർശ്വമൗര്യ ആണെങ്കിലോ അവൻ ഒരു 4 കൊമ്പനാനയായ ദൈവതക പർവ്വതത്തിന്റെ വനങ്ങൾ സ്വച്ഛന്തം വിഹരിക്കുകയും ചെയ്തു. ആ മഹാഗജം ചൂതം, ചമ്പകം, ചന്ദനം, പനസം, മരയാൽ മുതലായ വൃക്ഷങ്ങളും പലതരം വള്ളികളും നിറഞ്ഞ ദൈവത പ്രാന്തങ്ങളിൽ തനിക്കൊത്ത പെടിയാനകളൊത്ത് വിരാജിച്ചു. എന്ത് വേണ്ടത്? ഒരിക്കൽ വസന്തകാലത്ത് ആനക്കൂട്ടങ്ങളൊത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി. വളരെ നേരം വെള്ളത്തിൽ കിടന്നുകൊണ്ട് തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് മേലോട്ടു ചീറ്റിയും കുട്ടി ആനകളെ കളിപ്പിച്ചും പെടിയാനകളുമായി രമിച്ചും ആനക്കളി തുടർന്നു. ദൈവപ്രേരിതനായിട്ട് ഗോമതീഹൃതത്തിൽ കിടന്നിരുന്ന മഹാനത്രം വന്ന ആനയുടെ കാലിൽ പിടികൂടി. നമ്മുടെ ഗജേന്ദ്രമോക്ഷം, ഭാഗവതത്തിൽ പറയണ ഗജേന്ദ്രമോക്ഷം തന്നെയാണിത്. ബലശാലിയായ ഗജേന്ദ്രനാഥിനെ വെള്ളത്തിന് പുറത്തേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു. തുല്യബലശാലികളായ ഗജഗ്രാഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ശക്തി പരീക്ഷണം ചെയ്തു. ഇങ്ങനെ അനവധി വർഷങ്ങൾ കടന്നുപോയി. ശക്തി ക്ഷയിച്ച് താൻ മുങ്ങിപ്പോകുമെന്ന് ഗജേന്ദ്രന് തോന്നിത്തുടങ്ങി. ആ മതഗജം ശ്രീഹരിയെ സ്മരിച്ചു. ആ ജന്മത്തിലെ തോർമ്മ ആനക്കുണ്ടായി. ഏറ്റവും ഭക്തിയോടെ അവിടെ നിന്നിരുന്ന താമരപ്പൂ പറിച്ച് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു. വിളിച്ചു പറയാനാവൂലല്ലോ നമ്മുടെ മാതിരി. മനസ്സിൽ അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹം എല്ലാം കലക്കി മറിച്ച് താമരപ്പൂ ചീന്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയോ കൈ തുമ്പിട്ട കൊണ്ട് എത്താവുന്ന സ്ഥലത്ത് ഒരു താമരപ്പൂ ഉണ്ടായിരുന്നു അത്രേ. അത് പറിച്ചിട്ട് ഭഗവാൻ മേലോട്ട് അഖിലഗുരു വിളിച്ചിട്ട് മേലോട്ട് അർച്ചിക്കുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഗജേന്ദ്രന്റെ വേഷത്തിൽ സാധാരണ കൊണ്ട ഭഗവാൻ അന്ത്യകാലത്തിലും അതിന്റെ ഭക്തിവിശേഷം കണ്ട് മോദത്തോടെ ഗരുഡാരൂഢനായി വന്ന് സുദർശന ചക്രം കൊണ്ട് മുതലേഹനിച്ചു പെട്ടെന്ന് കഷ്ണമാക്കി. സുദർശന ചക്രത്തിന്റെ പരിഭ്രമണത്താൽ ആ സ്ഥലത്ത് ശിലകൾ ചക്രരൂപത്തിലായി തീർന്നു. ഇതാണ് ചക്രതീർത്ഥം. ഇങ്ങനെയാണ് ചക്രതീർത്ഥം ഭാഗവത്തിൽ പറയേണ്ടത്. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം എന്ന് ഒരു വരികളുണ്ട്. ആധാരത്തിലാണോ ഭാഗവത്തിലാണോ എനിക്ക് ഓർമ്മയില്ല. അതാണ് ചക്രതീർത്ഥം എന്ന് പറയുന്നത്. അപ്പോ ആ മുതലേ നമ്മുടെ ഭാഗവതത്തില് മുതലക്ക് ഹൂ ഹൂ എന്നും അദ്ദേഹത്തിന് ആനയ്ക്ക് പേരില്ല. ഗജേന്ദ്രൻ തന്നെ ആനയുടെ പേര്. അത് അങ്ങനെ അതൊരു രാജാവായിരുന്നു. ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇന്ദ്രദ്യുമ്ന ചക്രവർത്തിയും ഈ ഹൂഹു എന്ന ഗന്ധർവനും രണ്ടുപേർക്ക് ഒരേ സമയത്ത് ഈ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ മോക്ഷം നൽകിയെന്ന് പറയണം. ശ്രീകൃഷ്ണപ്രസാദത്താൽ ആനയും മുതലയും തങ്ങളുടെ പൂർവ്വരൂപം വീണ്ടും കിട്ടി. ആനയ്ക്കും കിട്ടി, മുതലയ്ക്കും കിട്ടി. കുബേരപട്ടണത്തിലേക്ക് പോവുകയും ചെയ്തു. ഗജേന്ദ്രമോക്ഷം കണ്ട് ആകാശചാരികൾ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു.
ഗജഗ്രാഹ കഥ ശ്രവിക്കുന്നവൻ ദുസ്വപ്നങ്ങളിൽ നിന്ന് മുക്തനാകും, അവന് സർവ ഐശ്വര്യ സിദ്ധികളും ഭവിക്കും എന്നുള്ളൊരു ഫലശ്രുതിയോടെയാണ് ആ ഭാഗം നിർത്തുന്നത്. ശ്രീകൃഷ്ണ കൃഷ്ണ ഭഗ കൃഷ്ണവബുദ്ധധാന കൃഷ്ണായതേ പ്രണതിരസ്തു സുരേശ വിഷ്ണു പൂർണ്ണപ്രഭോ പരമപാവന പുണ്യകീർത്തേ മാം പാഹി പാഹി പരമേശ്വര പാപപാശാൽ. ഇതാണ് ഗജേന്ദ്രസ്തുതിയുടെ ചെറിയ ഒരു എന്താ ഗുളിക രൂപത്തിൽ. ഗജേന്ദ്രസ്തുതി നിത്യേന പ്രഭാതത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. പിന്നെ ആ ശംഖോദ്ധാര തീർത്ഥം എന്ന സ്ഥലത്ത് വെച്ച് സ്വർണം ദാനം ചെയ്യുന്നതിന് വൈഷ്ണവ പ്രാപ്തിയാണ് ഫലം. ശ്രീകൃഷ്ണ ഭക്തനായ ത്രിതൻ എന്ന മഹർഷി തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് ആനർത്ത ദേശത്തിലേക്ക് എത്തുകയുണ്ടായിത്രേ. അവിടെ നല്ലൊരു പൊയ്ക കണ്ടപ്പോൾ അതിൽ സ്നാനം ചെയ്ത് വിഷ്ണു പൂജ നടത്തി. പൂജാപാത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ലക്ഷണമൊത്തൊരു ശംഖ് കക്ഷീവൻ എന്ന ലോഭിയായ ഒരു ശിഷ്യൻ മോഷ്ടിച്ചു. പോരെ, എന്താ കഥ. ശംഖ് നഷ്ടപ്പെട്ടതുകൊണ്ട് കുപിതനായ ത്രിതൻ പറഞ്ഞു, എന്റെ ശംഖ് മോഷ്ടിച്ചവൻ ഉടനെ ഒരു ശംഖായി ഭവിക്കട്ടെ. ഇങ്ങനെ മഹർഷി പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് തന്നെ ഈ ശിഷ്യനെ കക്ഷീവൻ എന്തായി, ഒരു ശംഖായി മാറുകയുണ്ടായി. മഹർഷിയുടെ കാൽക്കൽ കിടന്നു ഉരുണ്ടുകൊണ്ട് പശ്ചാത്താപം പ്രകടിപ്പിച്ചിരുന്ന ആദ്യം അതാണ്, തെറ്റ് ചെയ്യാതിരിക്കുക, പരമാവധി തെറ്റ് ചെയ്യാതിരിക്കുക. ജനങ്ങളോട് തന്നെ പറയാൻ പാടില്ലാത്ത വാക്ക് പറയാതിരിക്കുക, പറയാൻ പാടുള്ളത് അത് മുഖത്ത് നോക്കി പറയുന്നത് യാതൊരു തെറ്റുമില്ലാന്ന് ഭഗവാൻ തന്നെ അർജുനോട് പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയണം അർജുന, അത് ഉള്ളിൽ ഒതുക്കി വെക്കേണ്ടതല്ല, വെറും വിഡ്ഢിയായി പോകുന്നീന്ന്. അതുമാതിരി പറയേണ്ടത് പറയാം. ഈ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാനും പാടില്ല. അപ്പൊ നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ നമ്മോടൊപ്പം തന്നെ ഉണ്ടാവുന്നതാണ്. ത്രിതൻ പറഞ്ഞു, കാലിന് വീണ് ശയനപ്രദക്ഷിണം നടത്തുമ്പോ പറഞ്ഞു, എന്റെ വാക്ക് മിഥ്യയെ ഭവിക്കുകയില്ല. എന്താ കാരണം? ഭഗവത് ഭക്തന്മാരുടെ വാക്ക് എപ്പോഴും ഭഗവാൻ മിഥ്യയാക്കൂല. നീ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വരുക, കൃഷ്ണപ്രസാദത്താൽ നിനക്ക് നല്ലത് വരും. ശംഖായി തീർന്ന കക്ഷീവാൻ വെള്ളത്തിൽ അനേക കാലം കിടന്ന് ശ്രീകൃഷ്ണനാമം ജപിച്ചു. വെള്ളത്തിൽ കിടന്നിട്ട് ജപിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം. ശ്രീകൃഷ്ണ ഭഗവാൻ സരസിന്റെ തീരത്തുനിന്ന് നീ ദുഃഖിക്കരുത് കേട്ടോ എന്നരുളി ചെയ്തു. ഭഗവാൻ മേഘഗംഭീര സ്വരം കേട്ട കക്ഷീവാൻ, ദേവാ ഭഗവാനേ രക്ഷിക്കണേ രക്ഷിക്കണേ വാസുദേവാ കൃഷ്ണ നാരായണ എന്നുറക്കെ നിലവിളിച്ചു. ഭക്തവത്സനായ ഭഗവാൻ പ്രത്യേകകൊണ്ട് ശംഖ് സംധരിച്ചു. ശംഖരൂപം വെടിഞ്ഞ് സ്വന്തം രൂപം ധരിച്ച കക്ഷിവാൻ ഭഗവാനെ സ്തുതിച്ചു. എന്താ സ്തുതി? വാസുദേവ നമസ്തേസ്തു ഗോവിന്ദ പുരുഷോത്തമ ദീനവത്സല ദീനേശ ദ്വാരകേശ പരേശ്വര ധ്രുവേ ധ്രുവപദം ദാത്രേ പ്രഹ്ലാദസ്യാത്തിഹാരിണേ ഗജസ്യോദ്ധാരിണേ തുഭ്യം ബലേർബലിവിദേ നമഃ ദ്രൗപദീ ചീരസന്ദ്രാണകാരിണേ ഹരേ നമഃ ഗരാഗ്നിവനവാസേഭ്യ പാണ്ഡവാനാം സഹായിനേ ജാതവത്രാണകർത്രേ ച ശക്രാദാഭീരരക്ഷിണേ ഗുരുമാതൃദ്വിജാനാം ച പുത്രധാത്രേ നമോ നമഃ ജരാസന്ധനിരോധാർത്ഥ നൃപാണാം മോക്ഷകാരിണേ മൃഗസ്യോദ്ധാരിണേ സാക്ഷാൽ സുദാംനോ ദൈന്യകാരിണേ വാസുദേവായ കൃഷ്ണായ നമഃ സംഘർഷണായ ച പ്രദ്യുമ്നായ നിരുദ്ധായ ചതുർയൂഹായ തേ നമഃ. അത്രമാത്രമല്ല, ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. എനിക്കെല്ലാം എൻ്റെ അച്ഛനും അമ്മയും മാതാച പിതാത്വം, എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരും എനിക്കുള്ള വിദ്യയും എനിക്കുള്ള സമ്പത്തും
ഒക്കെ അങ്ങാണ് ഭഗവാനെ എന്ന് കേട്ടെന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം. പ്രകാരം സ്തുതിച്ചതിന് ശേഷം എല്ലാവരും നോക്കി നിൽക്കെ ദിവ്യമായ രഥത്തിലേറിക്കൊണ്ട് പക്ഷിവാൻ വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ സ്ഥലമാണ് പുണ്യപ്രദമായ ശംഖോദ്ധാര തീർത്ഥം. ശംഖോദ്ധാരണ തീർത്ഥത്തിന്റെ കഥ കേൾക്കുന്നവന് ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത ഫലം തന്നെ കിട്ടും എന്ന് ഭഗവാൻ ഒരു ഫലശ്രുതി കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി പ്രഭാത തീർത്ഥത്തിന്റെ മാഹാത്മ്യം അങ്ങ് കേൾക്കുക. ഇങ്ങനെ ഇടതടവില്ലാത്ത യാതൊരു മടുപ്പും മുഷിപ്പും ഇല്ലാതെ നമ്മുടെ ശ്രീനാഥ മഹർഷി അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗോദാവരി, ഹരിക്ഷേത്രം, കാശി, കുരുക്ഷേത്രം മുതലായ തീർത്ഥങ്ങളെ സ്നാനം ചെയ്തതിന്റെ 100 ഇരട്ടി പുണ്യമാണ് പ്രഭാത തീർത്ഥ സ്നാനം കൊണ്ട് ലഭിക്കുന്നതെന്ന് പറയുന്നു. രക്ഷശാപത്താൽ രാജേഷ്മാവ് ബാധിച്ച ചന്ദ്രൻ കലാപരിപൂർണതമനായി വീണ്ടും ശോഭിച്ചത് ഇതിൽ സ്നാനം ചെയ്തിട്ടാണ്. പ്രത്യക്ഷ സരസ്വതി എന്ന മറ്റൊരു പുണ്യതീർത്ഥവും ഇവിടെ തന്നെ ഉണ്ട്. അതിന്റെ തീരത്താണ് ബോധപിപ്പലം. ഇതിന്റെ ചുവട്ടിൽ വെച്ചാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഉദ്ധവന് ശ്രീ മഹാഭാഗവതം ഉപദേശിച്ചതെന്ന് പറയപ്പെടുന്നു. ഇവിടെ വിധിപ്രകാരം അർച്ചന ചെയ്ത് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ അഥവാ ഒരു പാദമോ എങ്കിലും ശ്രവിക്കുന്നവന് വൈകുണ്ഠലോകം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതങ്ങനെയും പറഞ്ഞു വെച്ചു. ഗോഷ്ടപദ പൂർണിമ ദിവസം ഇവിടെ വെച്ച് ഭാഗവതം ദാനം ചെയ്യുന്നവൻ പരമമായ ഗതിയെ പ്രാപിക്കുന്നു. മനുഷ്യനായി ജനിച്ചൊരിക്കലെങ്കിലും ഈ മഹാഭാഗവതം ശ്രദ്ധിക്കാത്തവന്റെ ജന്മം നിഷ്ഫലമാണ്. ശ്രീമദ് ഭാഗവതം കേൾക്കുക, ഭഗവാനെ ആരാധിക്കുക, ഭക്തർക്ക് ദാനം ചെയ്യുക, ഇവയൊന്നും അനുഷ്ഠിക്കാത്തവന്റെ ജന്മം വിഫലമാണ്. ഈ ദ്വാരകയിൽ ഗോമതി സിന്ധു സംഗമസ്ഥലം തീർത്ഥരാജനാണ്. ഇവിടെ സ്നാനം ചെയ്യുന്നവൻ ഉണ്ടായിത്തീരും, വൈകുണ്ഠപദം പ്രാപിക്കും. അത്ര തന്നെ. ഗംഗാസാഗര സംഗമത്തിൽ സ്നാനം ചെയ്താൽ 100 അശ്വമേധങ്ങളുടെ ഫലമാണ്. അതിലും എത്രയോ ഇരട്ടി ഫലമാണ് ഗോമതി സാഗര സംഗമ തീർത്ഥത്തിനുള്ളത്. ഇതിനുദാഹരണമായി ഞാനൊരു പഴയ കഥ പറയാം. ഹസ്തിനാപുരിയിൽ കുബേരനെ പോലെ ധനവാനായി രാജമാർഗപതി എന്നൊരു വൈശ്യനുണ്ടായിരുന്നു. അയാൾ വലിയ വേശ്യാലമ്പടനും ചൂതുകളിക്കാരനും ധനലോഭിയുമായിരുന്നു. വേണ്ടാത്ത എല്ലാ ദുസ്വഭാവങ്ങളും ഇദ്ദേഹത്തിനുണ്ടല്ലോ ഭഗവാനെ. അസത്യവാദി, കളവേ പറയരുത്, മഹാക്രൂരൻ, ബ്രാഹ്മണ ദ്വേഷമായിരുന്നു. മാർഗപതി വളരെ മഹാഭാവങ്ങൾ ചെയ്തു കൂട്ടി. അനർത്ഥമെല്ലാം അകലത്തിലാക്കും സർവാർത്ഥകം ഭാഗവതം പുരാണം. അർത്ഥത്തിനായി വിറ്റു നടന്നിടാതെ തിരേണമേ കൃഷ്ണ മദീയ ജന്മം. മാർഗപതി എന്ന് പേരേ ഉള്ളൂ. എന്ത് മാർഗം? ദുർമാർഗം. ദുർമാർഗത്തിലൂടെയാണ് ഇയാളുടെ സഞ്ചാരം എന്ന് പറയപ്പെടുന്നു. ആര്? ബ്രാഹ്മണൻ. എന്താ ബ്രാഹ്മണൻ? വൈശ്യൻ. ബ്രാഹ്മണനല്ല, വൈശ്യനാണ്. ബ്രാഹ്മണ ദ്വേഷിയായിരുന്നു അദ്ദേഹം. മാതാപിതാക്കന്മാരെയും പുത്രകളത്രാദികളെയും പട്ടിണിയിട്ട് പീഡിപ്പിച്ചു. ഒന്നും കൊടുത്തില്ല ഭക്ഷണം. ഭാര്യയുടെ ധനം മുഴുവൻ അപഹരിച്ച് വേശ്യകൾക്ക് കൊടുത്തു. പോരെ, അയാളുടെ ധനം കുറെ തസ്കരന്മാർ കൊണ്ടുപോയി. കൃഷി ചെയ്തത് മുഴുവൻ പാടെ നശിച്ചു. അങ്ങനെ നിർധനനായി തീർന്നിട്ടും മാർഗപതി വേശ്യാസക്തി ഉപേക്ഷിച്ചില്ല. അതാണ് രമിച്ചു വസിപ്പോളം വിരക്തി വരുമെന്ന ഗുരുത്തൻ നിനക്കേണ്ട വർദ്ധിക്കും ദിനം പ്രതി. അങ്ങനെയാണ് പറയപ്പെടുന്നത്. കളവ് കയ്യോടെ കണ്ടുപിടിച്ചെന്ന രാജാവായിരുന്ന ശന്തനു അയാളെ രാജ്യത്തിൽ നിന്നും പുറന്തള്ളി. കക്കലവണി, മോഷണവൃത്തി. കാട്ടിൽ താമസിച്ചുകൊണ്ട് അയാൾ മൃഗങ്ങളെ വേട്ടയാടി കാലയാപനം ചെയ്തു കഴിച്ചു. അതാ അവിടെ തന്നെ പാവപ്പെട്ട മൃഗങ്ങളെ കൊന്നോളാ. അങ്ങനെ വിശന്നു വലഞ്ഞവൻ ഒരു ദിവസം കാട്ടിൽ കൂടി സഞ്ചരിച്ചിരുന്ന സമയത്ത് ഒരു സിംഹം പിടികൂടി കൊന്നു. അതാണ്, അങ്ങനെയാണ് ആ അവസാനം. യമദൂതൻ അയാളുടെ ജീവനെ പിടിച്ച് കെട്ടി ഭേദ്യം ചെയ്തുകൊണ്ട് യമപുരിയിലേക്ക് യാത്രയായി. ഒരു കഴുകൻ അയാളുടെ മൃതദേഹത്തിൽ നിന്ന് കുറെ മാംസം കുത്തിപ്പറിച്ച് കൊണ്ടുപോകുമ്പോൾ മറ്റു പക്ഷികൾ നടത്തിയ കലഹത്തിനിടയിൽ
കഴുകന്റെ കൊക്കിലെ മാംസം ആകാശത്തിൽ നിന്ന് താഴെ വീണു. അതെവിടെയാ വീണത് വെച്ചാല് അത് ചെന്ന് പതിച്ചത് ഗോമതി സാഗര സംഗമ സ്ഥലത്തായിരുന്നു. ഉടനെ തന്നെ യമദൂതന്മാരുടെ കെട്ടുപൊട്ടിപ്പോയി. വൈശ്യൻ വിഷ്ണു പാർഷദന്മാരാൽ ആനയിക്കപ്പെട്ടവനായി വൈകുണ്ഠത്തിലേക്ക് പോയി. കണ്ടോ, അത്രമാത്രം ഇത്രയും വികൃതിത്തരം കാട്ടുന്ന ഒരാളായിട്ടും ആ മാംസകഷ്ണം ഗോമതിയുടെ ആ സംഗമസ്ഥാനത്ത് പതിച്ചതുകൊണ്ട് അദ്ദേഹം മോക്ഷപ്രാപ്തി കിട്ടി അദ്ദേഹത്തിന് പറയുന്നു. ഇത്രയും വലുതാണ് ഗോമതി സാഗര സംഗമ തീർത്ഥത്തിന്റെ മാഹാത്മ്യം. ഇതുപോലെ തന്നെ ദ്വാരകാ തീർത്ഥത്തിന്റെ മാഹാത്മ്യം അപാരമാണ്. അത് പറഞ്ഞറിയിക്കാനാവില്ല. ഇതിൽ സ്നാനം ചെയ്യുന്നവൻ ത്രിമൂർത്തികൾക്ക് തുല്യനായി ഭവിക്കുന്നു. ആ ഭക്തന്റെ ദർശന മാത്രയിൽ തന്നെ സകല പാപങ്ങളും നശിക്കുന്നു. അവൻ പോകുന്നിടമൊക്കെ തീർത്ഥീകരിക്കപ്പെടുന്നു. ഇനി രൈവതക പർവ്വതത്തിന്റെ മാഹാത്മ്യം ഞാൻ അങ്ങയോട് പറയാം. ഗൗതമപുത്രനായ മേധാവി വിന്ധ്യാചലത്തിൽ അനവധി കാലം തപസ് ചെയ്തു. അപാന്തരതമൻ എന്ന ഒരു മഹർഷി ഒരു ദിവസം മേധാവിയെ കാണാൻ ചെന്നു. തന്റെ തപസ്സിദ്ധിയിൽ അഹംഭാവിയായിരുന്നു മേധാവി. ആകതിനെ കണ്ടിട്ട് എഴുന്നേറ്റില്ല. പോരെ, അതൊക്കെയാണ് ഈ അഹങ്കാരം. തപസ് ചെയ്തിട്ട് പുണ്യം ആർജിച്ചാൽ അഹങ്കാരം പോകില്ല. തപോ ഗർവം കൊണ്ട് തന്നെ പണം ഉണ്ടായാൽ അഹങ്കാരം, തപസ് നല്ലോണം ചെയ്താൽ അഹങ്കാരം, എന്ത് ചെയ്താലും അഹങ്കാരം എന്നുള്ള ആ വാക്ക് അത് മുമ്പിലേക്ക് കടന്നുകൂടിയോ പോയി, അവരുടെ കാര്യം പോയി. തപോഗർവം കൊണ്ട് എന്നെ അവഗണിച്ച മേധാവി അപാന്തരതം ശപിച്ചു. മല പോലെ ഇളകാതിരിക്കുന്ന ഒരു മലയായി തീരട്ടെ. ശാപവചനം ഉച്ചരിച്ച് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോയി. പിന്നെ ശാപമോക്ഷം യാചിക്കുകയോ അത് കൊടുക്കാനോ ഒന്നും നിന്നില്ല. അതവിടെ അങ്ങ് പറഞ്ഞു വെച്ചിട്ട് അങ്ങ് പോയി. അങ്ങനെ ശൈലമായി തീർന്ന മേധാവി ശ്രീശൈലത്തിന്റെ പുത്രനായി ജനിച്ചു. വിഷ്ണുഭക്തനായിരുന്നതിനാൽ പൂർവ്വസ്മരണ ഉണ്ടായി. ഒരിക്കൽ ഞാൻ ദ്വാരകാ മാഹാത്മ്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അത് കേട്ട് രൈവതനോട് തന്നെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കാൻ ഉപദേശിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ചു. ശൈലത്തിന്റെ അപേക്ഷ ഞാൻ ദൈവതനെ അറിയിച്ചു. ദൈവതനാണെങ്കിലോ വളരെ സന്തോഷമായി അത് കേട്ടിട്ട്. കാരണം ദ്വാരകയിൽ പർവ്വതങ്ങളൊന്നുമില്ല, ഒരു പർവ്വതം വേണ്ടേ. ദൈവതൻ താൻ തന്നെ ശൈലം പുഴക്കിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു. അതിലിടക്കാണ് കലഹപ്രിയനായ ഞാൻ ഈ വസ്തുത ശ്രീശൈലത്തോട് പറഞ്ഞു. പുത്രനെ കൊണ്ടുപോകാനായി ദൈവതനുടനെ വരുമെന്നും പറഞ്ഞു. പുത്രസ്നേഹത്താൽ ശ്രീശൈലം സുമേരുവിനോടും ഹിമാലയത്തിനോടും സങ്കടം പറഞ്ഞ് സഹായത്തിന് അപേക്ഷിച്ചു. തന്റെ ഏകപുത്രനെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ദൈവതൻ വരുമ്പോൾ തന്റെ പക്ഷത്ത് ചേർന്ന് തടുക്കണമെന്ന് ശ്രീശൈലം പർവ്വതരാജന്മാരോട് അഭ്യർത്ഥിച്ചു. വിദേശത്തേക്കാ കൊണ്ടുപോകാൻ ഭാവിക്കുന്നത്. ജാതിസ്നേഹം നിമിത്തം മേരുവും ഹിമവാനും അനേകം ശൈലങ്ങളോടെ യുദ്ധത്തിന് വന്നു. പർവ്വതം പുഴക്കിയെടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ദൈവതൻ യാത്ര തിരിച്ചു. മേരുവും ഹിമവാനും ദൈവതനെ തടുത്തു. ദൈവതൻ ഭയങ്കരമായ ഒരു ഹൂങ്കാരം പുറപ്പെടുവിച്ചു. ബ്രഹ്മാണ്ടം വിറച്ചുപോയിട്ടോ ആ ഹൂങ്കാരത്തിന് ശബ്ദം കൊണ്ട്. അസ്ത്രങ്ങൾ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും ദൈവതൻ പർവ്വതങ്ങളും തമ്മിൽ യുദ്ധം ചെയ്തു. എന്നിൽ നിന്നും വിവരം പറഞ്ഞ ശ്രീഹരി ശ്രീനാരദ മഹർഷി ഭഗവാനോട് ഇത് പറഞ്ഞു. തന്റെ ശക്തി ദൈവത്തിന് നൽകിക്കൊണ്ട് ഭയപ്പെടരുത് കേട്ടോ എന്ന് സമാധാനിപ്പിച്ചു. ശ്രീഹരിയും അറിയുകയും ചെയ്തു. ഭഗവാനിൽ നിന്ന് ശക്തി ലഭിച്ച ദൈവതൻ പർവ്വതത്തെ ഒരു കയ്യിലാക്കി യുദ്ധം തുടർന്നു. ദൈവതന്റെ വജ്രമുഷ്ടിയേറ്റ് മേരു തളർന്നുപോയി. ഹിമവാനെ കൈകൊണ്ട് അടിച്ചു വീഴ്ത്തി. മറ്റു പർവ്വതങ്ങളെ കാലുകൊണ്ട് മർദ്ദിച്ചു. പറഞ്ഞ വിന്ധ്യൻ മുതലായ പർവ്വതങ്ങളെ എല്ലാം മർദ്ദനമേറ്റ് ഭയപ്പെട്ട് നാലുപാടും ഓടിപ്പോയി. വിജയശ്രീലാളിതനായ ദൈവതൻ ആ ശൈലത്തെ കൊണ്ടുവന്ന് ആനർത്തത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ദൈവതനാൽ സ്ഥാപിതമായ ആ പർവ്വതത്തിന് ദൈവത പർവ്വതം എന്ന പേര് ലഭിച്ചു. ഹരിഭക്തനും ശൈലമുഖ്യനുമായ ആ പർവ്വതം ദ്വാരകയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ ദർശനം ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്നും ഒരുവനെ മോചിപ്പിക്കുന്നു. അതിന്റെ സ്പർശനത്താൽ 100 യാഗങ്ങളുടെ ഫലം സിദ്ധിക്കും.
അവിടെ ചെന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ബ്രാഹ്മണർക്ക് ഭോജനം കൊടുത്താൽ വിഷ്ണുപദം ഗമിക്കുകയും ചെയ്തു. അവിടെ ഈ പർവ്വതം വെച്ച സ്ഥലത്ത്, പർവ്വതത്തിന്റെ അടുത്ത് പോയിട്ട്, ഈ ഗിരിയിൽ തന്നെയാണ് കൈവതം നിർമ്മിച്ച യജ്ഞതത്വം. അവിടെ അനുഷ്ഠിക്കുന്ന ഒരു യജ്ഞത്തിന് കോടി യജ്ഞങ്ങളുടെ ഫലം കിട്ടുന്നതാണ് പറയുന്നത്. കബിഡംഗം എന്ന തീർത്ഥവും അതിനടുത്താണ്. ഭൗമാസുരന്റെ സഖാവായ ദ്വിവിധനുണ്ടല്ലോ, ആ രാമായണ കാലത്തുണ്ടായ ആ കവി, ആ വാനരൻ രാമന്റെ വജ്രമുഷ്ടിയേറ്റ് വീണത് ഇവിടെ വെച്ചാണത്രേ. സജ്ജന നിന്ദകനായിരുന്നെങ്കിലും അവൻ മുക്തി പ്രാപിച്ചു. അവിടെ സ്നാനം ചെയ്യാൻ ദേവന്മാർ കൂടി വരാറുണ്ടെന്ന് പറയപ്പെടുന്നു. കപിടംഗ ദർശനത്തെക്കാൾ ഇരട്ടി ഫലമാണ് അതിൽ 4 ഇരട്ടി സൈന്ധവത്തിനും അതിലും 5 ഇരട്ടി ജംബൂമാർഗത്തിനും ഉണ്ട്. ജംബൂമാർഗത്തെക്കാൾ 10 ഇരട്ടി പുഷ്കരവനത്തിനും അതിന്റെ 10 ഇരട്ടി ഉൽപ്പലാവർത്തത്തിനും അതിലും 10 ഇരട്ടി നൈമിഷാരണ്യത്തിനും അതിലും 100 ഇരട്ടി കപിടംഗത്തിലും പുണ്യപ്രദമാണ് കേട്ടോ. പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയൂല, അത്രക്കും. ദ്വാരകയിലുള്ള മറ്റൊരു തീർത്ഥമായ നൃഗകൂപം ഉത്തമമായ തീർത്ഥസ്നാനമാണ്. അത് ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്നും മോചനം നൽകുന്നതാണ് എന്ന് പറയപ്പെടുന്നു. ഒരിക്കലെ ബ്രാഹ്മണന് ദാനം ചെയ്ത പശു, അതെ, നൃഗമഹാരാജാവ് കിടന്ന കൂപമാണത് എന്നാണ് പറയുന്നത്. ഓന്തായിട്ട് ഒരു പശുവിനെ അറിയാതെ മറ്റൊരു ബ്രാഹ്മണൻ നൽകിയ നൃഗൻ ദാനശ്രേഷ്ഠനെങ്കിലും ഓന്തിന്റെ രൂപത്തിൽ ചതുർയുഗ കാലം ഒരു കൂപത്തിൽ കിടന്നു. ഭഗവാൻ അതിനെ സമുദ്ധരിച്ചു. അന്ന് മുതൽ തീർത്ഥസ്നാനമായി തീർന്നു. കാർത്തികയിലെ വെളുത്ത വാവിൻ നാൾ ഇവിടെ സ്നാനം ചെയ്ത് ഗോദാനം ചെയ്യുന്നത് അതീവ പുണ്യപ്രദമാണ്. ഇനി ഗോപീഭൂമിയുടെ മാഹാത്മ്യം കേട്ടുകൊള്ളുക, അതും പറഞ്ഞുതരാം കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ നാവിനിങ്ങനെ ഉതിരുന്നത് അങ്ങ് പരുക്കിയെടുത്തോളൂ, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കാന്നാണ് ശ്രീനാഥ മഹർഷി ഈ മഹാരാജാവിനോട് പറയുന്നത്. ഗോപികൾ വസിച്ച സ്ഥലമാണ് ഗോപീഭൂമി. ഗോപികളുടെ അംഗരാഗത്തിൽ നിന്നും ഉണ്ടായതാണ് ഗോപീചന്ദനം. ഗോപീചന്ദനം ധരിച്ചാൽ ഗംഗാസ്നാനത്തിന്റെ ഫലമാണത്രേ. ഗോപീചന്ദന മുദ്ര ധരിച്ചാൽ 1000 അശ്വമേധത്തിന്റെയും 100 രാജസൂയത്തിന്റെയും ഫലമുണ്ടത്രേ. ഗംഗാനദിയിലെ മണ്ണിന്റെ ഇരട്ടി ഗുണം ചിത്രകൂട രജസ്സിനും അതിന്റെ ഇരട്ടി പഞ്ചവടി രജസ്സിനും അതിന്റെ 100 ഇരട്ടി ഫലം ഗോപീചന്ദനത്തിനുമുണ്ട്. ഗോപീചന്ദനം ധരിച്ചവനെ തൊടാൻ യമൻ കൂടി ഭയപ്പെടുന്നു. എത്ര തന്നെ മഹാപാപിയായാലും ഗോപീചന്ദനധാരി ഗോലോകപ്രാപ്തി നേടുന്നു. സത്യം. ഇന്നും അവിടുത്തെ വൃന്ദാവനത്തിലെ ഗോപികമാരും ഗോപന്മാരും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോലും ഗോപീചന്ദനം ധരിച്ചിട്ടാണ് കിടക്കുന്നത് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ. എന്താ കാരണം? ഏത് സമയത്തും യമധർമ്മരാജാവ്, മരണം ഏത് സമയത്തും വരാലോ. അപ്പൊ യമധർമ്മൻ വന്ന് തൊടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അത്രേ അത്. അത്ര മഹാത്മ്യം ഈ ഗോപീചന്ദനത്തിനുണ്ട്. സിന്ധുദേശത്തിലെ രാജാവ് ദീർഘബാഹു ദുഷ്ടനും വേശ്യാലംബടനുമായിരുന്നു രാജാവ്. കണക്കില്ലാതെ ബ്രഹ്മഹത്യകളും ഭ്രൂണഹത്യകളും ചെയ്ത ആ രാജാവ് നായാട്ടിന് പോയി. നായാട്ടിന് പോയ സമയത്തോ ഒരുപാട് പശുക്കളെയും കൊന്നു. ഒരിക്കൽ നായാട്ടിന് പോയിരുന്നപ്പോൾ രാജ്യലോഭിയായ അദ്ദേഹത്തിന്റെ മന്ത്രി രാജാവിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പൂരം മരിച്ചു വീണ രാജാവിന്റെ ജീവനെ യമഭടന്മാർ കെട്ടിക്കൊണ്ട് തപ്പോട് തിരിച്ചു. യമന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട രാജാവിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് യമൻ ചിത്രഗുപ്തനോട് ചോദിച്ചു. 84 മഹാനരകങ്ങളും അനുഭവിച്ചുകൊണ്ട് സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം കഴിയട്ടെ എന്നായിരുന്നു ചിത്രഗുപ്തന്റെ വിധി. ഈ ജീവൻ ലോകത്തിൽ യാതൊരു പുണ്യകർമ്മവും ചെയ്തിട്ടില്ലാത്തതിന് പുറമെ അനേകം ഗോബ്രാഹ്മണ ഹത്യകളും ഭ്രൂണ സ്ത്രീ ഹത്യകളും നടത്തിയിട്ടുണ്ട് താനും. ഉടനെ തന്നെ കുംഭീഭാഗം എന്ന നരകത്തിൽ കൊണ്ടുപോയി തിളച്ചുമറിയുന്ന എണ്ണയിലിട്ട് ജീവന് ആ എണ്ണ അത്യന്തം ശീതളമായി ഭവിച്ചു. കണ്ടോ, ആ കുംഭീഭാഗം എന്ന് പറഞ്ഞ് തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് അദ്ദേഹത്തിന് അതിന്റെ ജീവന് അത് നല്ല തണുപ്പായി ഭവിച്ചു. ഇതെന്താ അത്ഭുതമെന്ന് ആശ്ചര്യപ്പെട്ട കിങ്കരന്മാർ ഈ വിവരം യമധർമ്മ രാജാവിനെ അറിയിച്ചു. ചിത്രഗുപ്തൻ വീണ്ടും പാപപുണ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു. പുണ്യം ലേശം പോലും എങ്ങും കാണാനില്ല. പാപസഞ്ചയങ്ങൾ അനവധി കാണുകയും ചെയ്യുന്നുണ്ട് താനും.
സഭയിൽ എല്ലാവരും ഇത് കർത്തവ്യതാമൂഢരായിരിക്കെ വേദവ്യാസ മഹർഷി അവിടെ എഴുന്നള്ളി അവിടെ സംയമനിയിലേക്ക്. യാതൊരു സുഹൃതവും ചെയ്യാത്ത ഈ മഹാപാപിക്ക് നരകയാതനകൾ സന്തോഷപ്രദമായി തീർത്തക്കണം. എന്താണ് സംഭവിച്ചിരിക്കുന്നത് മഹർഷിയെന്ന് യമധർമ്മരാജാവ് മഹർഷിയോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാപപുണ്യങ്ങളുടെ ഗതി വളരെ സൂക്ഷ്മമാണ്. ദൈവയോഗത്താൽ ഇയാൾക്ക് എന്തെങ്കിലും പുണ്യം കിട്ടിയിരിക്കണം. ദ്വാരകയിലെ മണ്ണ് ഇയാളുടെ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കണം. അതിന്റെ പ്രഭാവത്താലാണ് ഇത്രയും പുണ്യം സിദ്ധിച്ചിരിക്കുന്നത്. ഗോപീചന്ദ്രനെ സ്പർശിക്കുന്നവൻ നാരായണനായി തീരുന്നു. അതിന്റെ ദർശനമാത്രത്തിൽ ബ്രഹ്മഹത്യാദി പാപങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. ഗോപീചന്ദനത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ യമധർമ്മരാജാവ് അദ്ദേഹത്തെ വ്യാസ നിർദ്ദേശപ്രകാരം അവിടേക്ക് വൈകുണ്ഠത്തിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. ഗോപീലോചന ജാതകത്തിന് മഴക്കാറാര്, ഭക്തർക്കെടുന്നാപൽ സർപ്പതതിക്കവൻ ഗരുഡൻ, ആർമൂലോക ചൂടാമണി ശ്രീകാന്താമണി രുക്മിണി കുടയ മാർത്തട്ടിന്റെ ആഭൂഷണൻ, തേജസ്സേകണ മുമ്പ് ഓപരണിയും സൗന്ദര്യ ചൂടാമണി. ശ്രീഹരേ നമ.